നല്ല ഒരു പ്രഭാതത്തെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ദർശിക്കുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്നതായ എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ധ്യാനത്തിനായി യെരമ്യ പ്രവചനം 18-ാം അധ്യായം 2-ാം വാക്യം. യെരമ്യ പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുന്നതായ ഒരു വാക്യം, ഒരു വചനം: നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്കൊന്ന് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ എന്റെ വചനങ്ങളെ നിന്നോട് അറിയിക്കും. ദൈവത്തിന് സ്തോത്രം. യെരമ്യ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയെ ഓർത്ത് ഭാരപ്പെട്ട് ഞെരുങ്ങി ഹൃദയത്തിൽ വളരെ മനോവേദനപ്പെട്ടതായ ഒരു സന്ദർഭം. തന്റെ ജനത്തിന് ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് കാണുകയില്ല. വളരെ ദുഃഖകരമായ ഒരു പാതയിൽ കൂടെ, സങ്കടകരമായ ഒരു അവസ്ഥയിൽ കൂടെ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്ന കുഞ്ഞുകുട്ടികളുമായ സ്ത്രീജനങ്ങൾ, ആരോഗ്യമുള്ള ചെറുപ്പക്കാർ, കൊച്ചു കുഞ്ഞുങ്ങൾ, വൃദ്ധരായിട്ടുള്ളവരെല്ലാം അടിമകളാക്കി കൊണ്ടുപോയിട്ടുള്ളതായ ആ കാഴ്ച യെരമ്യ പ്രവാചകനെ വളരെയധികം വേദനിപ്പിച്ചതായ കാഴ്ചയായി. ഇനി അവർക്ക് കർത്താവേ ഇനി ഒരു തിരിച്ചുവരവില്ലയോ എന്ന് ദൈവത്തോട് സങ്കടത്തോടുകൂടി ചോദിച്ച പല സന്ദർഭങ്ങളും ദൈവം അവന്റെ പ്രാർത്ഥനകളെയും യാചനകളെയും അവന്റെ അപേക്ഷയും അവന്റെ ചോദ്യത്തെയും ഒക്കെ കേട്ടുകൊണ്ട് ഒരു ദിവസം അവന് ഉത്തരം തരുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് താഴെ ഇറങ്ങി വന്നു. യെരമ്യാവിനോട് പറയുകയാണ്: യെരമ്യാവേ, ഇവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിച്ചാൽ നിനക്ക് മനസ്സിലാകത്തില്ല. കാര്യങ്ങൾ ഒരു തത്വം പോലെയൊക്കെ നീ കേൾക്കുകയുള്ളൂ. ദൈവവചനം കേട്ടു എന്നുള്ളതിൽ കവിഞ്ഞ് അതിന്റെ യഥാർത്ഥമായ കാര്യം നിനക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അത് നിന്നെ മനസ്സിലാക്കി തരുവാൻ എനിക്ക് നിന്നെ ഒരു സ്ഥലത്തേക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. അത് മറ്റെങ്ങുമല്ല, ഒരു കുശവന്റെ ഭവനത്തിലേക്ക്. കുശവൻ എവിടെ പാർക്കുന്നു അങ്ങനെയുള്ള ഒരു ഭവനം നീ തേടിപ്പിടിച്ച് നീ അവിടേക്കൊന്ന് പോകണം. പ്രൈസ് ദി ലോർഡ്. നല്ല ഒരു അഭിപ്രായം. യെരമ്യാവിന് ദൈവത്തിന്റെ ആലോചന കുശവന്റെ വീട്ടിൽ വെച്ചല്ല, എവിടെ വെച്ചെങ്കിലും ഒന്ന് കേൾക്കണം. ദൈവത്തിന്റെ അരുളപ്പാട് എന്താണ്, ദൈവത്തിന്റെ മനസ്സിലിരിപ്പ്, ദൈവജനത്തെക്കുറിച്ച് ദൈവം അരുളി ചെയ്യുന്ന വാർത്ത എന്താണ്, അതൊന്നറിയുവാൻ അവൻ ആവലോടെ പിറ്റേ ദിവസം രാവിലെ ഒരു കുശവന്റെ ഭവനത്തിലേക്ക് പോവുകയുണ്ടായി. ആ 2-ാം വാക്യത്തിന് ശേഷമുള്ള പിന്നീടുള്ളതായ വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അവൻ അവിടെ ചെന്ന് ആ കുശവന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആ കുശവൻ തന്റെ ആ ജോലി ചെയ്യുന്നതായ ചക്രത്തിൽ ചവിട്ടി ആ കളിമണ്ണും കൊണ്ട് അനേക പാത്രങ്ങൾ, മനോഹരമായ പാത്രങ്ങൾക്ക് താൻ ആകൃതി കൊടുക്കുന്നതായ ഒരു ജോലിയിൽ നിവൃത്തനായിരിക്കുന്നത് കണ്ടു. യെരമ്യ പ്രവാചകൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുശവന്റെ കയ്യിൽ ഉണ്ടായിരുന്നതായ കളിമണ്ണ് ചീത്തയായിപ്പോയി, അതിന് പശയില്ലാതായിപ്പോയി. അത് ഒരാകൃതി കൊടുക്കാതെ വീണ്ടും വീണ്ടും ചക്രത്തിന്മേൽ കറങ്ങുകയല്ലാതെ ഒരാകൃതിയായി വരുന്നില്ല. വരുന്ന ആകൃതികൾ ഒരുപക്ഷെങ്കിൽ കുശവന്മാർ ചക്രത്തിൽ ചെയ്യുന്നതായ ജോലികൾ കണ്ടിട്ടുള്ളവർക്കറിയാം. അത് അനുസരണത്തോടുകൂടി ആകൃതാപരമായി കയ്യിലിണങ്ങുന്ന പശപ്പ് കാണിച്ചെങ്കിൽ മാത്രമേ അതിനെ ആ അച്ചിന്മേൽ നിലനിർത്താൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചില മണ്ണിന്റെ കൂട്ടുകൾ അങ്ങനെയുള്ളതായ പശപ്പ് നിലനിർത്താതെ അത് അഴിഞ്ഞു പോകും, അച്ചിന്മേൽ വീണത് ഉടഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു സംഭവം യെരമ്യ പ്രവാചകന്റെ കണ്ണിൽ പെട്ടു. എന്നാൽ കുശവൻ എന്ത് ചെയ്തെന്നറിയാമോ? പെട്ടെന്ന് ആ കളിമണ്ണുകളെല്ലാം വീണ്ടും കൈകൊണ്ട് കോരി അതിനെ പശയുള്ളതാക്കി മാറ്റി വീണ്ടും അച്ചിന്മേൽ കയറ്റി ചക്രത്തിന്മേൽ ചവിട്ടി അതിന് തനിക്കിഷ്ടമുള്ളതായ വേറൊരു മനോഹരമായ ഒരു രൂപം ആ കളിമണ്ണും കൊണ്ട് അത് സൃഷ്ടിക്കുകയുണ്ടായി. അപ്പോൾ ദൈവം യെരമ്യാവിനെ വിളിച്ച്, കമാൺ, ഇനിയും എനിക്ക് നിന്നോട് സംസാരിക്കുവാനുണ്ട്. ആ കുശവൻ ചെയ്തത് നീ കണ്ടോ? യെരമ്യാവ് പറഞ്ഞു, കണ്ടു. എനിക്കും നിനക്കും നിന്നോടും നിന്റെ ജനത്തോടും പറയുവാനുള്ള കാര്യം ഇതാണ്: നിങ്ങൾ എന്റെ കയ്യിൽ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ കെട്ടുപോയി, കേടായിപ്പോയി, പശപ്പില്ലാതായി, അനുസരണമില്ലാത്തതായി, തകർന്നുപോയി. എങ്കിലും നിങ്ങൾക്കൊരു നല്ല രൂപം തരുവാൻ എനിക്ക് സാധിക്കും. എനിക്കിഷ്ടപ്പെട്ടതായ വേറൊരു രൂപത്തിൽ ഞാൻ നിങ്ങളെ സൃഷ്ടിക്കും.
അത് യെരമ്യാവിന് വളരെ സന്തോഷകരമായി പോയി. താൻ തിരിച്ചു വന്ന് വളരെ ശക്തിയോടുകൂടി ഇസ്രായേൽ ദേശത്ത് ദൈവം അരുളി ചെയ്ത വചനം താൻ പ്രസ്താവിക്കുകയുണ്ടായി, അത് രേഖപ്പെടുത്തുകയുണ്ടായി. അതാണ് നാം ഇന്ന് ഈ പ്രഭാതത്തിൽ വായിച്ചത്. കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കയിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്റെ വചനങ്ങൾ കേട്ട് അതിനെ പ്രമാണിക്കുന്നവൻ പാറമേൽ വീട് പണിതതായ ഒരു ബുദ്ധിമാനായ മനുഷ്യനോട് സദൃശൻ. അതിനുശേഷം അതിന്റെ ലക്ഷണങ്ങൾ പറയുകയാണ്. 25-ാം വാക്യത്തിൽ വൻമഴ ചൊരിഞ്ഞു, നദികളിൽ വെള്ളം ഉയർന്നു, കാറ്റടിച്ചു, ആ ഭവനത്തിന്മേൽ വളരെ ശക്തിമായ സമ്മർദ്ദമായി അത് ഉലയ്ക്കുവാൻ തുടങ്ങി. എങ്കിലും പാറമേൽ പണിത ഭവനമായതിനാൽ അത് വീണുപോയില്ല, അത് നിലനിന്നു. അനേകം ഭവനങ്ങൾ തകരുന്ന കാഴ്ച കർത്താവ് കണ്ടു. നമ്മളെല്ലാവരും നമുക്ക് ചുറ്റുപാടുമുള്ള ഈ ലോകത്തിൽ നാം ജീവിക്കുന്നതായ തലമുറയിൽ തകർന്നു പോകുന്ന വൻ മതിലുകളും കെട്ടിടങ്ങളും വലിയ വലിയ സൗധങ്ങളുടെയും അവസ്ഥകൾ, ദുരന്തങ്ങളൊക്കെ കണ്ട് നമ്മൾ അതിശയിക്കാറുണ്ട്, ഇതെങ്ങനെ തകർന്നു എന്ന്. എന്നാൽ ഈ ഭൂമിയിൽ തകരുന്ന ഭവനങ്ങളെയും തകരുന്നതായ കൈപ്പണികളെയും കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, തകരാത്തതായ ഒരു ഭവനം നമുക്ക് പണിയുവാൻ കഴിയും, നിങ്ങൾക്കതിന് അവകാശമാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും തകർന്നു പോകുന്നതായ അനുഭവങ്ങളിൽ മനസ്സ് വേദനിച്ച് ഭാരപ്പെട്ട് ഇനിയും എനിക്കൊരു തിരിച്ചുവരവില്ല എന്ന് നീ നിന്റെ ജീവിതത്തിൽ നിരാശപ്പെടുന്ന ഒരു അനുഭവമുണ്ടെങ്കിൽ ദൈവം ഈ പ്രഭാതത്തിൽ പറയുകയാണ്, ഇല്ല, ദൈവത്തിന് നിന്നെ ഒരു വേറൊരു രൂപമാക്കി ദൈവസന്നിധിയിൽ മാനിക്കുവാൻ ദൈവത്താൽ സാധിക്കും. നീ എപ്പോഴും ചീഞ്ഞു പോകുന്ന കളിമണ്ണായി തീരുവാൻ ആഗ്രഹിക്കരുത്. വിശ്വാസം എന്നതായ ഒരു പാറമേൽ വീട് പണിയുവാനും അടിസ്ഥാനമിടുവാനും ഉള്ളതായ ഒരു ബുദ്ധി നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആ ബുദ്ധിക്ക് നീ അധീനമായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ വാക്കുകളെ കേട്ട് അനുസരിച്ച് അതിനെ പ്രമാണിക്കുവാനുള്ള ഒരു ബുദ്ധിയും വിവേകവും ജ്ഞാനവും നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നാം പണിയുന്നതായ ഭവനത്തിന്റെ അടിസ്ഥാനം വിശ്വാസം എന്ന പാറയായി അത് രൂപം കൊള്ളുന്നു. പ്രതികൂലങ്ങളിൽ, പരിശോധനകളിൽ, അനേക താഴ്ചകളിൽ, വീഴ്ചകളിൽ ഉലയുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നിന്റെ കൺമുമ്പിൽ 1000-10,000 ഭവനങ്ങൾ വീണടിയുന്നതായ ഒരു സമയത്ത് നിന്റെ കണ്ണാലെ നീ കാണുമ്പോൾ നിന്റെ ഭവനം വീഴാതെ ഉലയാതെ നിൽക്കുന്ന ഒരു കാഴ്ച വിശ്വാസത്തിന്മേൽ പണിയുന്നതായ ഭവനങ്ങൾക്ക് ഉണ്ട് എന്ന് കർത്താവ് പ്രത്യാശ നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതം തകർന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ നശിച്ചു പോകുന്നതാണ്. ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കുന്ന ജീവിതമല്ല നമ്മുടെ മുൻപിൽ ഉള്ളതെന്ന് നീ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ഇല്ല, ദൈവത്തിന് അതിനെ മാറ്റുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ, മരിച്ച അനുഭവങ്ങളെ ദൈവം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. തകർന്നടിയുന്ന ഭവനങ്ങളെ പാറമേൽ പിടിച്ചുണർത്തി നിർത്തുവാൻ ദൈവം നമുക്ക് ബുദ്ധിയും ജ്ഞാനവും തരും. പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും സമ്മർദ്ദങ്ങളെയും, കാറ്റടിച്ചെന്ന് പറഞ്ഞാൽ, കാറ്റ് വിളിച്ചെന്ന് പറഞ്ഞാൽ അനേക സമ്മർദ്ദങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ആത്മീക ജീവിതത്തിലെ അനേക സമ്മർദ്ദങ്ങൾ, പരിശോധനയുടെ മധ്യത്തിലുള്ളതായ സമ്മർദ്ദങ്ങൾ, കഴിവില്ലായ്മകൾ, ശേഷിയില്ലായ്മകൾ, ബലഹീനതകൾ അല്ലെങ്കിൽ നിരാശകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിന്റെ പണിയെ, നാം ഉദ്ദേശിക്കുന്നതായ മാനപാത്രങ്ങളുടെ ആ മാന്യതയെ കേടുവരുത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ തകർത്ത് കളയുന്നതായിരിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിനെ പണിയുവാൻ ശക്തനാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് യെരമ്യാവിനോട് പറഞ്ഞതുപോലെ നമ്മോട് പറയുകയാണ്, നീ രാവിലെ എഴുന്നേറ്റ് കുശവന്റെ ഭവനത്തിലേക്കൊന്ന് ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ അവിടെ വെച്ച് മാത്രമേ ഞാൻ നിന്നോട് എന്റെ വചനങ്ങൾ പറയുകയുള്ളൂ. കാരണം നിന്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ കണ്ടറിയുമ്പോൾ മാത്രമാണ് ദൈവം അതിന്റെ മധ്യത്തിൽ വെച്ച് നമ്മോട് സംസാരിക്കുന്നത്. ദൂരെ വെച്ച് സംസാരിക്കില്ല. ആശയത്തിന്മേലും ഊഹാപോഹങ്ങളിലും ദൈവം നമ്മോട് സംസാരിച്ചെന്നിരിക്കത്തില്ല. ചില കാര്യങ്ങളുടെ ഉറപ്പ് വരുത്തുവാൻ ആ സാഹചര്യങ്ങളുടെ പ്രത്യാഘാതങ്ങളെ കർത്താവ് നമ്മുടെ മുൻപിൽ കാണിച്ചുകൊണ്ട്, കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടാണ് ദൈവത്തിന്റെ ആലോചനകൾ നമ്മെ അറിയിക്കുന്നത്. ദൈവം നമ്മോട് പറയുന്നത്, തകർന്നതായ അനുഭവങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ നിരാശപ്പെട്ട ജീവിതങ്ങളെ കുശവന്റെ ഭവനത്തിലേക്കൊന്ന് ചെല്ലുക. ദൈവം നിന്നെ എങ്ങനെ പണിയുന്നു, എങ്ങനെ ദൈവത്തിന് പണിയാൻ സാധിക്കുമെന്ന് ദൈവം അവിടെ വെച്ച് നിന്നോട് സംസാരിക്കും. ഗോഡ് ബ്ലെസ് യു.